ഷാഹിദ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു മട്ടൻ കറിയുടെ റെസിപ്പിയാണ്. ബീഫ് കറി ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് മട്ടൻ കറിയും ഉണ്ടാക്കുന്നത്. കുറച്ച് വ്യത്യാസമേ ഉള്ളൂ. മട്ടൻ കറിക്ക് ആവശ്യമായ ചേരുവകൾ എന്താണെന്ന് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി 1 കിലോ മട്ടൻ കഴുകി വൃത്തിയാക്കി വച്ചിട്ടുണ്ട്. നല്ല എല്ലും നെയ്യുമൊക്കെയുള്ള മട്ടൻ വേണം എടുക്കാൻ, എന്നാലേ കറിക്ക് രുചി കാണുള്ളൂ. എല്ലില്ലാത്ത മട്ടൻ കറി ആണെങ്കിൽ അത്ര ടേസ്റ്റ് കാണില്ല. പിന്നെ 2 മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞെടുക്കണം. ഒരു സവാളയുടെ അത്രയും ചുവന്നുള്ളി ഒരു 10-30 എണ്ണം കാണും, അതും ചെറുതായി അരിഞ്ഞെടുക്കണം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇഞ്ചി ഒരു 3 കഷ്ണം, പച്ചമുളക് ഒരു 6-7 അല്ലി, ഒരു പച്ചമുളക് 2 എണ്ണം, വെളുത്തുള്ളി ഒരു 6-7 അല്ലി. എത്രയും ചതച്ചെടുക്കാനാണ്. 2 ഇടത്തരം സവാള, മല്ലിയില, വെളിച്ചെണ്ണ 3 ടേബിൾ സ്പൂൺ. ഇനി പൊടികൾ എത്രയാണെന്ന് പറഞ്ഞു. പൊടികൾ മട്ടൻ കറി വെക്കാൻ വളരെ കുറച്ചേ എടുക്കാൻ പാടുള്ളൂ. ഒരുപാട് ഇട്ടാൽ ഇഞ്ചി വെളുത്തുള്ളിയുടെ മണം കുറഞ്ഞു പോകും. ഇഞ്ചി വെളുത്തുള്ളിയുടെ മണം മുന്തി നിൽക്കുമ്പോഴാണ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുന്നത്. പൊടികൾ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇത്രയും പൊടികളാണ് ആവശ്യമുള്ളത്. ഇനി നമുക്ക് കറി എങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം. കറി വെക്കുന്നതിന് മുമ്പ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ ചതച്ചുകൊണ്ട് വരാം. കറി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു പ്രഷർ കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. എണ്ണ ചൂടാകുമ്പോൾ ഉലുവയും ഏലക്ക ചതച്ചതും ഇട്ട് കൊടുക്കാം. അതൊന്ന് നല്ലവണ്ണം ഇളക്കി. ഉലുവ അധികം മൂത്ത് കരിഞ്ഞു പോയാൽ ഒരു കയ്ച്ച ചുവ വരും. അതുകൊണ്ട് അധികം മൂപ്പിക്കരുത്. കുറച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം സവാളയും ചുവന്നുള്ളിയും ഇട്ട് കൊടുക്കണം. നല്ലപോലെ ഇളക്കി കൊടുക്കണം. രണ്ട് കാന്താരി മുളക് ഞങ്ങളുടെ മുറ്റത്തുണ്ടായ കാന്താരി മുളകാണ്, അതുകൊണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തീ കുറച്ച് വെച്ച് നല്ലപോലെ വഴറ്റി കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഉള്ളി നല്ലവണ്ണം മൂത്ത് വരും. അതിനു വേണ്ടിയാണ് ഉപ്പ് ചേർക്കുന്നത്. ഉള്ളിയുടെ നിറം ലൈറ്റ് ബ്രൗൺ ആയി വരുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഉള്ളിയുടെ നിറം ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കണം.
ചെറിയ തീയിൽ വെച്ച് നന്നായി ഇളക്കി കൊടുക്കുന്നു. തീ കുറച്ച് വെച്ചാണ് ഇളക്കുന്നത്. ഇവിടെ നല്ല മഴയാണ് പെയ്യുന്നത്. കൊല്ലത്താണ് ഞങ്ങളുടെ സ്ഥലം. നിങ്ങളുടെ അവിടെ മഴ ഉണ്ടോ എന്ന് കമൻറ്റിലൂടെ അറിയിക്കും. ഒരു 10-15 മിനിറ്റ് നല്ലപോലെ ഇളക്കി കൊടുക്കുമ്പോൾ പച്ചമണം മാറി കിട്ടും. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറി തുടങ്ങുമ്പോൾ മല്ലിയില ഇട്ട് കൊടുക്കുക. മല്ലിയില ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാനൊന്നും ഇട്ട് കൊടുക്കരുത്. ഇറച്ചിക്കറിയുടെ മണം മാറിപ്പോകും. മല്ലിയില ഒന്ന് വാടി വരുന്നത് വരെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. തീ കുറച്ച് വെച്ച് വേണം ഇളക്കാൻ. മല്ലിയില നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇഞ്ചി പച്ചമുളകിൻ്റെ എല്ലാം ഇഞ്ചി വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെ മണമെല്ലാം പോയി, പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലിപ്പൊടി ഇത്രയും ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കും. പൊടികളുടെ പച്ചമണം മാറുന്നതിന് വേണ്ടി നല്ലപോലെ ഇളക്കി കൊടുക്കും. പൊടികളുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം കുറച്ച് നേരം അടച്ചു വെക്കുക. തക്കാളി വേവുന്നതിന് വേണ്ടി കുറച്ച് നേരം അടച്ചു വെക്കുക. തക്കാളി നല്ല സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി കഴുകി വെച്ചിരിക്കുന്ന ഇറച്ചി മട്ടൻ ഇട്ട് കൊടുക്കുക. മട്ടൻ ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ആവശ്യത്തിന് കുറച്ചുകൂടെ ഉപ്പ്, ഉള്ളി വഴറ്റാൻ വേണ്ടി ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്താണ്. ഇനി കുറച്ചുകൂടെ ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യണം. മസാല മൊത്തം മട്ടണിൽ പിടിക്കുന്നത് വരെ ഒന്ന് ചെറുതായിട്ട് തീയിൽ വിസിലില്ലാതെ അടച്ചു വെച്ച് കൊടുക്കും. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കും. പതിനഞ്ച് മിനിറ്റ് കുക്കറിൽ വിസിലിടാതെ ഇങ്ങനെ അടച്ചു വെക്കണം. അപ്പോൾ അതിനുള്ള വെള്ളം, ഇറങ്ങി വരുന്ന വെള്ളമെല്ലാം വറ്റി വരും. കുക്കർ തുറന്ന് ഇറച്ചിയുടെ വെള്ളം മൊത്തം വറ്റി വരുന്നത് വരെ തുറന്ന് വെച്ച് വേവിക്കണം. ഇറച്ചിയിൽ നിന്നുള്ള വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുക്കർ അടച്ചു വെച്ച് ആദ്യത്തെ വിസിൽ വരുന്നത് വരെ തീ കൂട്ടി വെച്ചു. അതിന് ശേഷം തീ കുറച്ച് സിമ്മാക്കി വെച്ചിട്ട് വെയിറ്റ് ഇട്ട് കൊടുക്കും. വിസിലടിച്ചപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇച്ചിരി നേരം കൂടി അടുപ്പിൽ വെച്ച ശേഷം സെർവ് ചെയ്യാൻ പരുവത്തിലാകും. അടുപ്പ് അണച്ചതിന് ശേഷം സെർവ് ചെയ്യുക. എല്ലാവരും നല്ല സ്പെഷ്യൽ രീതിയിൽ വച്ചിരിക്കുന്ന മട്ടൻ കറിയാണ്. എല്ലാവരും ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഒരു നല്ല റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബൈ. പിന്നെ ഒരു കാര്യം കൂടി, ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു മട്ടൻ കറിയാണ്. ഇത് കഴിച്ച് നോക്കി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക.